ദിവസം ഒരു പെൺകുട്ടിയുടെ അമ്മ പെട്ടെന്ന് മരിച്ചു. അവൾ ഭിക്ഷയെടുത്ത് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും ചൂലെടുത്ത് ആട്ടാറാണ്. ചത്താലും പണിക്ക് പോവില്ലെന്ന് വാശിയായിരുന്നു. വിശന്നാലും വേണ്ടില്ല, എനിക്ക് വയ്യ പോവാന്. ഒരു ദിവസം ഒരു രാജാവ് അയാളുടെ കൊട്ടാരം വിൽക്കാൻ പോവാണെന്ന് അവൾ കേട്ടു. 12 മുറികളും 365 ജനലുകളും ഉണ്ട് അവിടെ. പക്ഷേ വില വെച്ചാൻ പാടില്ല എന്നൊരൊറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. പണം ഇല്ലെങ്കിലും അവൾ രാജാവിനോട് സമയം ചോദിച്ചു. 1 വർഷം സമയം, 365 സ്വർണ്ണ നാണയത്തിനും ഡീൽ ഉറപ്പിച്ചു. 365 ദിവസം അവിടെ തന്നെ താമസിച്ച് സ്വർണ്ണം കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ആദ്യത്തെ രാത്രി തന്നെ അവൾ അവിടെ കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ കറുത്ത പൂച്ച അവളുടെ അടുത്തേക്ക് വന്നു. അതിന് ഒപ്പം കിടത്തി ഉറക്കി. രാവിലെ എണീറ്റ് നോക്കിയപ്പോ ദേ അതിനെ കാണാനില്ല. കൊട്ടാരത്തിലെ ചാവി കൊണ്ട് 12 റൂമുകളും തുറന്നു നോക്കി. അവിടെ ഒന്നും കാണാനില്ല അതിന്. പക്ഷെ രാത്രി ആയപ്പോ ദേ വീണ്ടും വന്നു. അവൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ പൂച്ച ഒരു വട്ടം കറങ്ങി വായിൽ നിന്നൊരു വജ്രം തുപ്പി. എല്ലാ ദിവസവും പൂച്ച വന്ന് വജ്രം തുപ്പിയിട്ട് അങ്ങ് പോകും. അതെല്ലാം ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെച്ചതാണ് അവൾ ഒരു ദിവസം പണക്കാരിയാവാൻ. ഒരു ദിവസം അവൾക്ക് സംശയം തോന്നി പൂച്ചയെ പിന്തുടർന്നു പോയി. രഹസ്യ മുറി വഴി പൂച്ച പോകുന്നത് കണ്ടു. ആ ഡോറ് തുറന്ന് താഴേക്ക് പോകുന്ന പടികളിലൂടെ ഒച്ചയുണ്ടാക്കാതെ പോയി. അവിടെ മുഴുവൻ മരങ്ങളായിരുന്നു. വജ്രവും സ്വർണവും വെള്ളിയും ഒക്കെ കായ്ക്കുന്ന മരങ്ങൾ. പെട്ടെന്ന് കറുത്ത പൂച്ച ഒരു സുന്ദരനായ രാജകുമാരനായി മാറി. അവന് ശാപം കിട്ടി കറുത്ത പൂച്ചയായി മാറിയതായിരുന്നു. ഒരു പെൺകുട്ടി സത്യം തിരിച്ചറിയുമ്പോഴേ ശാപം മാറൂ എന്നായിരുന്നു. വജ്രങ്ങൾ കൊണ്ട് അവൾ കൊട്ടാരത്തിന്റെ പൈസ ഫുള്ള് അടച്ചു തീർത്തു. അവളും രാജകുമാരനും ഒരുമിച്ച് സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ ജീവിച്ചു.